ഏത് പ്രതിസന്ധി, ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഏത് പ്രയാസം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ നിയോഗത്തോടെ പഠിപ്പിച്ചു തന്നു യോഗീയ ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തൃക്കരിപ്പൂര പെങ്ങളെ കേൾക്കുക. വാക്ക് ഞങ്ങളുടെ നാട്ടിലാദ്യം വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ഹബീബായ നബി ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ ചെന്നപ്പോ പാതിരാ സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ കിടന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ മോളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരയുന്നതെന്തിനാണ്? കൊച്ചുമക്കളുടെ കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച ഉപ്പയോട് നിറവാന കണ്ണുകളോട് ഫാത്തിമ പറഞ്ഞ മറുപടി, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് നബിയേ, അവറ്റകൾക്ക് വിശന്നിട്ട് കരയാണ് തിരുദൂതരെ. ഹബീബായ നബി ഞങ്ങളുടെ ഉള്ളു വിടഞ്ഞുപോയി. എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ പിറവിയെടുത്ത മക്കൾ പാതിരാ സമയത്ത് അർദ്ധരാത്രി കിടന്നിട്ട് വിശന്നിട്ട് ഉറക്കം വരാതെ കരയുന്നത് കേട്ടപ്പോ മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. എന്താണ് പകരം കൊടുക്കാൻ കഴിയുക? ആ സമയത്ത് പറഞ്ഞു, ഫാത്തിമ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലെന്ന് അവർക്ക് നിനക്ക് മുല്ലപ്പാല് കൊടുത്തുകൂടെ ഫാത്തിമ? മുലപ്പാല് കൊടുത്തുകൂടെ മോളെ? അതിന് പകരം മറുപടി കിട്ടിയത് നിരത്താറെയുള്ള പൊട്ടിക്കരച്ചിലാണ്. പ്രിയപ്പെട്ട കരളിന്റെ കഷണത്തിന്റെ കരച്ചിൽ കേട്ട് നോക്കുമ്പോ മുഖം പൂട്ടി വെച്ചിട്ട് കരയാണ് പൊന്നുമോ സ്വർഗസുരറാണികളുടെ നേതാവ്, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ്, നാളെ സ്വർഗത്തിന്റെ കൊടി പിടിക്കേണ്ട മകളാണെന്ന് പൊട്ടിക്കരയാണ്. എന്റെ മോളെ കരയുന്നത്? ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി തിരുപ്പ പൊന്നുപ്പ. ഉപ്പാടെ മോള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി ഉപ്പ ഭക്ഷണം കഴിക്കാതെ മോളുടെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും മക്കൾക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വറ്റിപ്പോയി ഉപ്പ. തൃക്കരിപ്പൂരിന്റെ സമൃദ്ധിയിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. നീ വിനീത് ദുആ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും പെങ്ങളെ ഈ അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലോകത്തിന്റെ രാജാവായിരുന്നിട്ടും ഒരു വെള്ളി പോലും കൊട്ടാരത്തിൽ ഇല്ലാതിരുന്ന രാജാവിന്റെ കഥ പറയുമ്പോ മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നെ മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായോ? പട്ടിണി കാരണത്താൽ വയറൊട്ടുന്നുവോ? മുലപ്പാല് ഇല്ലാതാകുന്നുവോ? രാവിലെ സുബഹി കഴിഞ്ഞപ്പോ അറിയണേ ചെറുപ്പക്കാരാ, ലോകത്തോട് പറയണം റബ്ബിന്റെ ഈ പ്രഭാഷണ പേര് രാവിലെ ഇറങ്ങി തിരിച്ചു മുത്തുനബി മുഹമ്മദ് മുസ്തഫ ജൂതന്റെ തോട്ടത്തിൽ പോയിട്ട്, ഞാൻ നിന്റെ മരങ്ങൾക്ക് വെള്ളം കോരി തരട്ടെ? ദീനാറുകൾ നിശ്ചയിച്ചിട്ട് ജൂതന്റെ തോട്ടത്തിൽ വെള്ളം കോരി കൊടുത്തു. ആ ജൂതന്റെ ഈത്തപ്പഴ തോട്ടത്തിന്റെ ഉറവിടത്തിലൂടെ തന്റെ റിസാലത്തിന്റെ തോളില് തോൽപാത്രത്തിന് വെള്ളവും നനഞ്ഞുറച്ച് ഓരോ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചുവട്ടിലും നനച്ചു കൊടുത്ത് കൂലിപ്പണിയെടുക്കുന്നു. ആരെന്നറിയോ? ഈ ദുനിയാവിൽ ഈ മണ്ണിന്റെ മുകളിൽ കാലി തവിട്ട് നടന്നവര് ഏറ്റവും ഉന്നതനായ പ്രവാചകൻ മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ഭൂമിയുടെ മുകളിൽ കാലി തവിട്ടിയവര് ഏറ്റവും ഉന്നതനായ പ്രവാചകന് ആ തോളിന്റെ മുകളിൽ വെള്ളം ചുമന്നുകൊണ്ട് ഈത്തപ്പന മരത്തിന് നനച്ചു കൊടുത്തു. അതിന്റെ ഇടയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ അറിയാതെ തോൽപാത്രം വെള്ളത്തിലേക്ക് വീണുപോയി. കിണറ്റിലേക്ക് വിശാല വിസന്നനായി നിൽക്കുന്ന മുത്തിന്റെ മുമ്പിലേക്ക് കോപാകാതനായി ഓടിപ്പോയി തോട്ടമുടമയായ ജൂതന്, എന്റെ തോൽപാത്രം കിണറ്റിൽ കളഞ്ഞോടാ പരമദ്രോഹി. തന്റെ കൈ വീശി അല്ലാഹുവിന്റെ റസൂലിന്റെ വലത്തെ ചുമലിലേക്ക് കാഞ്ഞു പ്രഹരിച്ചില്ല മുഅ്മിനീങ്ങളെ. ഹബീബായ മുത്തിന്റെ റിസാലത്തിന്റെ വലത്തെ തോളില് ജൂതന്റെ കൈവിരലുകൾ ആടത്തിരിപ്പതിന് വേദന കൊണ്ട് പൊളയവേ. ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന്, ഇറങ്ങടാ എന്റെ തോട്ടത്തിൽ നിന്ന് ആക്രോശത്തോടെ പറയവേ. എനിക്ക് തരാനുള്ള കൂലി നൽകണേ, തരാനുള്ള കൂലി നൽകണേ. ഇല്ല, നിനക്ക് തരാനുള്ള കൂലി
നീ നഷ്ടപ്പെട്ട തോൽപാത്രത്തിന് പകരമായി ഒന്നുമില്ലെന്ന് പറയുമ്പോ ആ ചൂടന്ന് മുമ്പിൽ ഒരു സാധുവിനെ പോലെ നിന്നിട്ട് ഒന്നും തരാതെ വെറുകയോടെ മടക്കല്ലേ. എന്റെ ഫാത്തിമയും മക്കളും വീട്ടിൽ പട്ടിണിയിലാ. എന്റെ പൊന്നുമോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി. ഒരു കുമ്പിള് കാരക്കയെങ്കിലും തരുമോ? അതേപോലെ വെള്ളം കോരിയതിന് പകരമായി ഒരു കുമ്പിള് കാരക്ക കയ്യിൽ വാങ്ങിച്ചിട്ട് വേദനയും സഹിച്ച് മുത്തറസൂല് വീട്ടിലെത്തി. വാതിലിൽ മുട്ടി. പൊന്നുമോള് ഫാത്തിമ ലോകത്തിന്റെ വസന്തം വന്ന വാതിൽ തുറന്നു നിന്ന മോളുടെ കയ്യിലേക്ക് തന്റെ കയ്യിലെടുക്കുന്ന കാരക്ക മോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫാത്തിമ കിതഅതു ഖബദി, പൊന്നുമോളെ കഴിച്ചോ മോളെ, ഉപ്പാട മോള് കഴിച്ചോടി പൊന്നുമോളെ, എന്നിട്ട് മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമോളെ എന്നും പറഞ്ഞ് താൻ അധ്വാനിച്ച കാരക്ക മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇറങ്ങി നിൽക്കവേ ഉപ്പാനെ വിളിച്ചപ്പോ എവിടെയെന്ന് ചോദിക്കുന്നതിന് മുന്നേ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു നടക്കുമ്പോ തിരിഞ്ഞു നടക്കുന്ന ഉപ്പാന്റെ മുതുകിൽ അന്യന്റെ കൈയുടെ അടയാളം കണ്ട് ഓ വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയി. ഫാത്തിമത്തു റളിയല്ലാഹു തആല അൻഹാ, ഉപ്പാ എന്തേ മോളെ, ഇതെന്താണ് ഉപ്പാ? വേണ്ട മോളെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗമാണ് ഒരുമിച്ച് കൂടാൻ പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളുടെ മുമ്പിൽ നിന്ന് കടന്നുപോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഒരു ഹറാം പോലും മക്കളെ തീറ്റിക്കരുത്, മക്കളെ തീറ്റിക്കരുത്. ഇത് പറയാനാണ് ഞാൻ ഇത് വന്നത്. നോട്ട് നിരോധിക്കട്ടെ, ബിസിനസ് തകരട്ടെ, എന്ത് വന്നാലും ചെറുപ്പക്കാരാ മുത്ത് റസൂലിന്റെ നിയോഗം ഈ സമകാലീന ലോകത്തോട് പറയാനാണ്. നീ ഹറാം ചെയ്യരുത്, പലിശ വാങ്ങിക്കരുത്, തട്ടിപ്പ് നടത്തരുത്, മദ്യം വിൽക്കരുത്. നീ ഹലാലായി അല്ലാഹു നിനക്ക് ആരോഗ്യം നൽകിയിട്ടില്ലേ? ഏത് പ്രയാസം വന്നാലും ഈ തൃക്കരിപ്പൂരങ്ങാടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രമുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന, മത്തിക്കച്ചവടം തലയിൽ വെച്ച് നടത്തുന്ന, ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയാ ആർക്കെങ്കിലും 3 സഹോദരിമാരെ അല്ലാഹു തന്നാൽ അല്ലെങ്കിൽ 3 പെൺമക്കളെ തന്നാൽ ആ സഹോദരിമാരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ആ പെൺമക്കളെ പഠിപ്പിക്കാനും അവരെ മാന്യമായി കല്യാണം കഴിച്ചു വിടാനും ഒരു സഹോദരനോ ഒരു പിതാവോ കൂലിപ്പണി ചെയ്താ അവൻ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ബഹുവക്കൽ മുജാഹിദിക്ക് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതുപോലെയോ നിന്റെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഹബീബായ നബി തങ്ങൾ ഈത്തപ്പന മരത്തിന് വെള്ളം കോരിയതെന്തിനാ? ഓരന്റെ മുമ്പിനെ മുഖത് പർവ്വതമാണ് വന്നിട്ട് ചോദിച്ചത്, ഞാൻ സ്വർണ്ണമായി തരട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട, ഞാൻ സ്വർണ്ണമാകട്ടെയോ? വേണ്ട വേണ്ട. ഇതെന്തോ ഒരു പ്രവാചകനാണ്. റസൂലേ ഖസം തമാമേ ഉമ്മം ഗുലാമേ കറം വജൂദു അദം ഹുദൂസു കിദം ജഹാൻ മേ യാ തേരേ ലിയേ ഫരിശ്തേ കിദം റസൂലേ ഹഷം ശമാമേ ഉമ്മം ഗുലാമേ കറം. അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങ് കാണിച്ചു തന്ന ഔദാര്യത്തിന്റെ നിഴലിലാണ് പിന്നെയുള്ളവർ ഓരോ നിന്നത്. അല്ലാഹുവിന്റെ തിരുദൂതരേ, അല്ലാഹുവിന്റെ അനാദിയിലെ തീരുമാനമാണെന്ന് തമാമേ ഉമ്മം, ഈ ലോകത്തിന്റെ പൂർണ്ണ മാതൃക അങ്ങാണ് തിരുദൂതരേ. ആ സമയത്ത് കഠിനാധ്വാനം ചെയ്തു ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഫുട്പാത്തിൽ പൊലിവെയിലത്ത് കച്ചവടം ചെയ്തു. ബഹുവക്കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ
റസൂൽ പകർത്തി തന്ന കൊളുത്തി തന്ന പ്രകാശങ്ങൾ ജീവിതത്തിൽ കൊളുത്തുക. ഇനി റസൂൽ എന്ന ഭർത്താവ്, ഇനി റസൂൽ എന്ന പിതാവ്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. തന്റെ വീട്ടിൽ പട്ടിണി കൂടിയപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാലാചന്തയിലെ പുല്ല് കച്ചവടക്കാരനാണ് ഫാത്തിമ വന്ന് പരാതി പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനാണല്ലോ അങ്ങനെയൊക്കെ ഭർത്താവായി നിയമിച്ചു തന്നത്. എത്രയെത്ര സമ്പന്നന്മാർ അങ്ങയുടെ സഹാബത്തിലുണ്ടായിരുന്നു. പൊന്നുമോളുടെ ചോദ്യമാണ്, ഇങ്ങനെ ഒരു പട്ടിണിക്കാരനായ അലിയിനെയാണോ എനിക്ക് ഭർത്താവായി തന്നത്? പരാതി പറഞ്ഞ മകളോട് മറുപടി, മോളെ ഫാത്തിമ, അല്ലാഹു രണ്ട് പുരുഷന്മാരെ സ്വർഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ആ രണ്ടുപേര് ആരാണ്? ഉപ്പ. ഒന്ന് അബൂക്കി, നിന്റെ വാപ്പയാണ് മോളെ, ഞാനാണ് മോളെ. രണ്ട് സൗദുക്കി, നിന്റെ ഭർത്താവാണ് പൊന്നുമോളെ. പറയാൻ പറ്റോ? കാസർഗോഡ് പെണ്ണെ, തൃക്കരിപ്പൂര പെണ്ണെ, നിനക്കിട്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈപിടിച്ച് ഉപ്പാന്റെ കണ്ണീരിന് വിലയില്ല, ഉമ്മാടെ മുലപ്പാലിന്റെ മണത്തിന് വിലയില്ല, അവൾ അനുഭവിച്ച താരാട്ടിനും പ്രശ്നമില്ല. നിനക്കിട്ടപ്പെട്ടവന്റെ കൈപിടിച്ചു പോകുമ്പോ വാപ്പ ഏൽപ്പിച്ചു തന്ന ഭർത്താവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ, ഫാത്തിമ നീ ജീവിച്ചത് രണ്ട് സ്വർഗവാസികളുടെ കൂടെയാണ്. അബൂക്കി, ഒന്ന് നിന്റെ ഉപ്പയാണ്, രണ്ട് സൗദുക്കി, നിന്റെ ഭർത്താവാണ് ഫാത്തിമ. സ്വർഗത്തെ കുറിച്ച് കേട്ടപ്പോ ഫാത്തിമയെല്ലാം മറന്നു, ഫാത്തിമയെല്ലാം മറന്നു. റളിയല്ലാഹു അൻഹാ. തൃക്കരിപ്പൂര പെങ്ങളെ, ഈ ലോകം അവസാനിക്കുന്നതാണ് ഫാത്തിമയ്ക്കറിയാം. പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിതിരനിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രി പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, ഫാത്തിമ എനിക്ക് അള്ളാഹുവേ സ്വർഗം നൽകണേ അല്ലാ. അതുകൊണ്ട് റബീഇന്റെ ആദ്യത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് സലാത്ത് ചൊല്ലി നമ്മൾ ദുആയിലോട്ട് കടക്കുന്നു. നാളെ ലക്ഷക്കണക്കിന് സലാത്തുകൾ സമാപനത്തിന് ചൊല്ലി നാളത്തെ രാത്രിയിൽ മലക്കുകൾ ആമീൻ പറയും, മലക്കുകൾ സലാത്ത് ചൊല്ലും. തങ്ങളെ ഫാത്തിമയാവുക, ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങൾ വെടിയുക. അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണം അല്ലാ, സ്വർഗം വേണം അല്ലാ. അവിടെയല്ലേ ഏറ്റവും നല്ല സുഖമുള്ളത്. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തില് വേർപ്പൊലിക്കണ്ട. സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ടുപെട്ട കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖുർആൻ പറയുന്നൊരു കാഴ്ചയുണ്ട്. അവരും അവരുടെ ഭാര്യമാരും അവരുടെ പൊന്നു മക്കളെ മടിയിലിരുത്തിയിട്ട് അവര് സ്വർഗത്തില് ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ അവിടെ വരെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബീഇന്റെ മഹാസദസ്സിലെ പെങ്ങളെ, ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ഭാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ഈ കറുകറുത്ത പർദ്ദയിട്ട സമൂഹത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്വർണ്ണവള ഈ സദസ്സിൽ നിന്ന് ഞാൻ എന്റെ 18 വർഷത്തെ പ്രഭാഷണ